നമസ്കാരം. കലർപ്പില്ലാത്ത ഒരു കലാകാരനായിരുന്നു ഹരീന്ദ്രകുമാർ. ഹരീന്ദ്രകുമാറിനെ പ്രേക്ഷകർക്ക് മനസ്സിലാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അനിൽ ബാനർജിയുടെ മുൻഷി എന്ന് പറഞ്ഞ ഒരു പോക്കറ്റ് പ്രോഗ്രാം ഉണ്ടല്ലോ, ഏഷ്യാനെറ്റ് വാർത്തയ്ക്ക് മുമ്പ് 6:58 57 എന്തോ കാണിക്കുന്നത്, 5:57. മുൻഷിയിൽ ആദ്യകാലത്തെ ഒരു കോഴി പിടിച്ച് കിടക്കുന്ന മൊട്ട വേഷം ചെയ്ത ആളായിരുന്നു ഹരീന്ദ്രനാഥ്. എല്ലാവരും മുൻഷി ഹരി എന്നാണ് പിന്നെ അയാളെ വിളിച്ചിരുന്നത്. ഒരു കോഴിയും പിടിച്ച് മൊട്ടത്തലയുമായിട്ട് വർഷങ്ങളോളം നമ്മൾ വിളിക്കാതെ തന്നെ നമ്മളെ വീട്ടിലേക്ക് കയറി വന്ന കഥാപാത്രമാണ്. പാവം മനുഷ്യനായിരുന്നു ഹരി. കുറേ എപ്പിസോഡ് ചെയ്തപ്പോൾ, കുറേ എന്ന് പറഞ്ഞാൽ 10,000 എപ്പിസോഡ്, 1000 ഒന്നും അല്ല എന്ന് തോന്നുന്നു, 10-12 വർഷം എന്തോ വർക്ക് ചെയ്തു. ഹരി മുൻഷി വിട്ടു. മറ്റൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് വിട്ടത്. കാരണം എല്ലാ ദിവസവും 11 മണിക്ക് സ്റ്റുഡിയോയിൽ ചെല്ലണം. അവിടെയൊക്കെ ഒരു ഔട്ട്ഡോർ സ്റ്റുഡിയോ ഉണ്ട്. 11 മണിക്ക് ചെല്ലുമ്പോൾ സ്ക്രിപ്റ്റ് കൊടുക്കും. സ്ക്രിപ്റ്റ് എല്ലാം വായിച്ച് ഒരു 12 മണിയാകുമ്പോൾ ഷൂട്ട് ചെയ്യും. 3 മിനിറ്റല്ലേ ഉള്ളൂ. 12:03 കഴിയും. ഒറ്റ ടേക്കിൽ കഴിയുകയാണെങ്കിൽ, ഒറ്റ ഷോട്ടാണല്ലോ, 2 ക്യാമറ വെച്ച് ഒറ്റ ഷോട്ടിലാണ് എടുക്കണേ. അപ്പോൾ ആരെങ്കിലും ഒരാളെ തെറ്റിച്ചാൽ വീണ്ടും റീടേക്ക് ചെയ്യും. എന്നാലും 3 മിനിറ്റോടെ പോവുള്ളൂ. അത് കഴിയുമ്പോൾ ഫ്രീ ആവും. പക്ഷേ ആ സമയം വരെ വേറെ ഒന്നിനും പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു സീരിയലിലൊക്കെ അഭിനയിക്കാൻ വിളിച്ചാൽ ആരെങ്കിലും ഹരിയെ പോലെ ഒരാളിനെ വിളിക്കില്ല. കാരണം 11 മണിയാകുമ്പോൾ അവിടെ പോട്ടെ, 12 മണിക്കല്ലേ തിരിച്ചു വരും, 12-12:30 അവിടെ പോകാൻ പറ്റും. അതാണ് എഗ്രിമെൻറ്റ്. മാസശമ്പളമായിരുന്നു. ദിവസവും കാത്തിരിക്കണം ഷൂട്ട്, എപ്പോൾ വേണേലും വിളിക്കും. അത് കഴിഞ്ഞ് അത് വിട്ട ശേഷം പിന്നെ കുറേ അമച്ചർ നാടകങ്ങളിലും, നല്ല അമച്ചർ നാടകങ്ങളിലും, നല്ല ചില സിനിമകളിലും ഒക്കെയായി ഹരി മാറി. തലസ്ഥാനത്തെ കലാ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു മൊട്ടഹരി. കറണ്ടിൽ ചാർജ് ചെയ്യാവുന്ന ഒരു വണ്ടി ഞാൻ ആദ്യമായിട്ട് കാണുന്നതും ഈ ഹരിയുടെ കയ്യിലാണ്. വെള്ള നിറത്തിലുള്ള ഈ കുട്ടികളുടെയൊക്കെ ടോയ് സൈക്കിൾ പോലെ 3 വീലുള്ള സൈക്കിളുണ്ടല്ലോ, അതുപോലത്തെ ഒരു കൊച്ചു വണ്ടി. അതിൽ എന്താ പറയുക, പിള്ളേരുടെ വണ്ടി പോലെ തോന്നുന്ന ആ ബാറ്ററി വണ്ടിയിൽ, സൈക്കിളിനേക്കാളുമൊക്കെ ചെറുതാണ്, അതിൽ നിറഞ്ഞ ചിരിയോടെ എല്ലാവരും നോക്കി കൈ കാണിച്ച് തിരുമലയിൽ നിന്ന് വലിയവളയിലേക്ക് അല്ലെങ്കിൽ ഇലിപ്പോടിലേക്ക് ഹരി യാത്ര ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു രസമായിരുന്നു. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തെ ആദ്യത്തെ ഇലക്ട്രിക് വണ്ടി അതായിരിക്കണം. അതിന് മുമ്പ് ഞാൻ കണ്ടിട്ടേ ഇല്ല ഇങ്ങനൊരു വണ്ടി. അതിനുശേഷവും ഹരി ഓടിക്കുന്ന വണ്ടി ഞാൻ കണ്ടിട്ടില്ല. എല്ലാം കൂടെ ഇത്രയേ ഉള്ളൂ. ഒറ്റനായിരുന്നു ഹരി എന്ന് പറയാം. കാരണം വിവാഹ ജീവിതം എവിടെയോ വെച്ച് പാളിപ്പോയി. ആ പെൺകുട്ടി പുനർവിവാഹം നടത്തി കണ്ണൂരിൽ എവിടെയോ സന്തോഷത്തോടെ ജീവിക്കുന്നു. പിന്നെ ഹരി ഒറ്റാൻ തടിയായി. ആ വേദനയൊക്കെ കലാരംഗത്ത് സദാസമയം നിലയുറപ്പിച്ചുകൊണ്ട് അയാൾ ഓർത്തിരിക്കില്ല. രാഷ്ട്രപതിയുടെ പുരസ്കാരമൊക്കെ വാങ്ങിയ കലാകാരനാണ്. ഈ മുൻഷിയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ എപ്പിസോഡിൽ അഭിനയിച്ചതിനോ അങ്ങനെ എന്തോ ഒരു അവാർഡാണ് വാങ്ങിയത്. കണ്ണൂരിൽ നമ്മുടെ അമ്മയുടെ നേതാവൊക്കെ ചേർത്തല ജയൻ്റെ നേതൃത്വത്തിൽ എന്തോ ഒരു പ്രോഗ്രാമിനായി ഈ മരിക്കുന്നതിൻ്റെ തലേദിവസം മെനഞ്ഞാന്ന് ഹരി പോയി. അവിടെ കണ്ണൂരിൽ ചെന്ന് പ്രോഗ്രാമൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഈ ഹരിയുടെയൊക്കെ ഇല്ലായ്മ കൊണ്ടായിരിക്കാം ജയൻ കൊണ്ടുപോകുന്നത്. ആ പ്രോഗ്രാമൊക്കെ സക്സസ് ആക്കി 2 പേരും കൂടെ തിരിച്ചു വന്നു. രാത്രി ജയൻ ചേർത്തലയിലോ എറണാകുളത്തോ എവിടെ ഇറങ്ങി. ഹരി നേരെ വന്ന് തമ്പാനിറങ്ങി. അവിടെ നിന്ന് ബസ് പിടിച്ച് തിരുമല ഇറങ്ങി. തിരുമലയല്ല, വലിയവളയിൽ ഇറങ്ങി, നമ്മളെ കൊച്ചുപ്രേമൻ്റെ നാട്ടിൽ. അവിടുന്ന് ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ നടക്കാൻ ഇലിപ്പോടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അങ്ങനെ വലിയവളയിൽ ഇറങ്ങി ഇലിപ്പോട്ടെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണു. മനുഷ്യന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓടിക്കൂടി ആൾക്കാർ ഹരിയാണെന്ന് മനസ്സിലായപ്പോൾ എടുത്ത് ആംബുലൻസിലിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. പക്ഷേ രക്ഷിക്കാനായില്ല. മരിച്ചു കൊണ്ടുവന്നതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കില്ല. ഞാൻ ഇന്നലെ ഈ മരണവിവരം അറിഞ്ഞ് രാവിലെ ഇലിപ്പോട് ചെന്നപ്പോൾ പോസ്റ്റ്മോർട്ടം ഉണ്ട്, 2 മണി കഴിഞ്ഞ് എത്തൂ. ഞാൻ തിരിച്ചു പോയി. എന്നിട്ട് 2:30 ആയപ്പോൾ വീണ്ടും ചെന്നു. 4 മണിക്ക് വീട്ടിൽ നിന്ന് എടുക്കുന്നവരെ ഞാൻ നിന്നു. വീട് കാണുമ്പോഴാണ് അതിനേക്കാളും പ്രയാസം. ഈ ഒരു വലിയ വീട്, സാമാന്യം ഭേദപ്പെട്ടൊരു വീടായിരുന്നു. ആ വീട് പാർട്ടീഷൻ നടത്തിയപ്പോൾ, ഹരിയും ഹരിയുടെ അനിയനും ആയിട്ട് പാർട്ടീഷൻ നടത്തിയപ്പോൾ വീടിനെ നടുക്ക് വെച്ചങ്ങ് മുറിച്ച പകുതി ഭാഗം ഇടിച്ച് കളഞ്ഞിട്ട് അനിയൻ അവിടെ ഒരു 3 നില കെട്ടിടം എന്തോ താഴെ കടയും ഒക്കെ ആയിട്ട് കെട്ടി.
ഒരു ദുരന്ത രക്തസാക്ഷി പോലെ ആ മുറിച്ച വീട് ഹരിയുടെ വീട് അങ്ങനെ നിപ്പോട്ട്. എന്നാൽ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു കടയൊക്കെ ഉണ്ട്, ഹരി വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഞങ്ങൾ ഈ ഹരിയെ കണ്ടിട്ട് സുരേഷ് ഉണ്ണിത്താൻ ചേട്ടൻ അടക്കം സുരേഷ് ബാബു ചേട്ടൻ അടക്കം ഞങ്ങളൊരു 6-7 പേരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ അതിൽ നടന്നു പോയവർ പറഞ്ഞു, അവിടെ നിൽക്കരുതേ, ഏത് സമയവും ഓടുകൾ ഊർന്ന് വീഴാം, ചിലപ്പോൾ നിങ്ങളുടെ തലയിലായിരിക്കും എന്നുണ്ട്. പിന്നെ ഞങ്ങൾ റോഡിലേക്ക് മാറി. ആ വീട് കാണുമ്പോൾ തന്നെ ഹരിയുടെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊണ്ടുവന്ന ഹരിയെ കണ്ടപ്പോൾ എന്തോ വല്ലാത്ത വേദന തോന്നി. ഹരിയെ സ്നേഹിക്കുന്നവരൊക്കെ ഇല്ലിപ്പോട്ടെ ആ വീട്ടിൽ വന്നു. MLAയും പുതിയ മേയറും എല്ലാവരും വന്നു. ശാന്തി കവാടത്തിൽ ഇന്നലെ വൈകുന്നേരം ഹരിയെ എരിഞ്ഞടങ്ങി. ഒരു നല്ല മനുഷ്യനായിരുന്നു ഹരി. എന്നോട് ഇത്രയും അടുപ്പമുണ്ടെങ്കിലും ദിനേശണ്ണാന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ഹരി, നിറഞ്ഞ ചിരിയോടെ സംസാരിക്കുന്ന ഹരി, ഒരിക്കൽ പോലും എന്നോട് അണ്ണ എന്താണ് നിങ്ങളെ സീരിയലിലൊക്കെ എന്നെ വിളിക്കാത്തതെന്ന് ചോദിച്ചിട്ടേ ഇല്ല. അത്ര അഭിമാനിയായിരുന്നു ഹരി. പാവം. ആ നല്ല മനുഷ്യന് ആദരാഞ്ജലി അർപ്പിക്കാം. ഇനിയും പറയാനുള്ളതൊരു മരണത്തെക്കുറിച്ചാണ്. കണ്ണൻ പട്ടാമ്പി എന്ന് പറഞ്ഞ സിനിമാക്കാരനെ അറിയാത്ത ഒരു സിനിമാക്കാരും ഉണ്ടാവില്ല. എല്ലാവരോടും കയറി ചങ്ങാത്തം കൂടുന്ന ഒരു പ്രകൃതക്കാരനാണ് കണ്ണൻ പട്ടാമ്പി. പ്രശസ്തനായ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു കണ്ണൻ പട്ടാമ്പി. സിനിമാ പ്രേക്ഷകർ അറിയുന്നത് മണ്ടനും ക്രൂരനും ഒക്കെയായ ഒരുപിടി വേഷങ്ങൾ സിനിമയിൽ കണ്ണൻ അഭിനയിച്ചിരുന്നു. പുലിമുരുകലിലും അനന്തഭദ്രത്തിലും കീർത്തിചക്രയിലും വെട്ടത്തിലും ഒടിയലിലും ഒക്കെ കണ്ണൻ പട്ടാമ്പി രസകരമായ വേഷങ്ങൾ ചെയ്തിരുന്നു. നമ്മുടെ മേജർ രവിയുടെ അനുജനാണ്. കുറേ വഴിതെറ്റി നടന്നവനാ ചേട്ടാ. ഞാനിപ്പോൾ സ്വയം നന്നാകാനുള്ള ശ്രമത്തിലാണെന്ന് എന്നെ ഒരിക്കൽ വിളിച്ചപ്പോൾ കണ്ണൻ തുറന്നു പറഞ്ഞു എന്നോട്. പക്ഷേ അപ്പോഴേക്കും കണ്ണൻ കിഡ്നിയുടെ രോഗബാധിതനായി മാറി. കാരണം ഒരു ജനറേഷന് കഴിക്കാവുന്നതൊന്നും അല്ലല്ലോ ഇവരൊക്കെ കഴിക്കുന്നത്. എല്ലാം അപകടത്തിലേക്ക് പോയപ്പോഴാണ് പറഞ്ഞത്, ഞാനൊരു പുതിയ മനുഷ്യനാവാൻ ശ്രമിക്കുകയാണ്, കിഡ്നി മാറ്റിവെച്ചു. കിഡ്നി മാറ്റാൻ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ പാവം അയാളുടെ ഭാര്യ തന്നെ കിഡ്നി കൊടുക്കാമെന്ന് പറഞ്ഞു. ബന്ധുക്കളും നാട്ടുകാരും പരിചയക്കാരും ഒക്കെ പറഞ്ഞു, അതിൻ്റെ ഒരാവശ്യമില്ല, നിനക്കൊരു മോളാണ്, ആ കുട്ടിക്ക് നീയെങ്കിലും ഉണ്ടാവണം. യവനോ നശിപ്പിച്ചു എല്ലാം, നീ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ പാവം സ്നേഹമയ്യായ ഭാര്യ കണ്ണന് കിഡ്നി കൊടുത്തു. വിജയകരമായി കോഴിക്കോട്ട് കിഡ്നി മാറ്റിവെച്ചു. എനിക്ക് പുതു ജീവിതം കിട്ടിയിരിക്കുകയാണ്, ഇനി ഞാനൊരു നല്ല മനുഷ്യനായിരിക്കും എന്നൊക്കെ കണ്ണൻ പറഞ്ഞു. മാസങ്ങൾക്കുള്ളിൽ എങ്ങനെയോ ഇൻഫെക്ഷനായി കിഡ്നിക്ക്. വീണ്ടും മോഹൻലാൽ വിളിച്ചു പറഞ്ഞിട്ട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അഡ്മിറ്റായി. മോഹൻലാൽ വിളിച്ചു പറഞ്ഞാൽ അഡ്മിഷനിലേ കിട്ടൂ, പൈസ കൊടുക്കണ്ടേ. അതെല്ലാം മേജറുടെ തലയിലായി കാണും. എന്തായാലും കണ്ണൻ അവിടെ കിടന്നു. എനിക്ക് കണ്ണനോട് തോന്നിയ ഏറ്റവും വലിയ ഒരു വിഷമം തോന്നിയത്, അസുഖക്കാരനായിരുന്ന കണ്ണൻ ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ ഒരു നേതാവായിരുന്നു. അവർ യൂണിയൻ്റെ ഒരു കെട്ടിടം കെട്ടാൻ തീരുമാനിച്ചു. ആ കെട്ടിടത്തിന് തറക്കല്ലിടാനായിട്ട് പ്രശസ്ത നിർമ്മാതാവ് നമ്മുടെ സുരേഷ് കുമാർ, മേനക സുരേഷിനെ തറക്കല്ലിടാൻ വിളിച്ചു. എന്നിട്ട് അതിൽ ബാക്കി പങ്കെടുക്കുന്നവരിൽ ഒരാൾ ഫെഫ്കയുടെ നേതാവായ CB മലയിലായിരുന്നു. എനിക്ക് തോന്നുന്നു എക്സിക്യൂട്ടീവ് യൂണിയന് അന്ന് മറ്റേ വലിയ നേതാവിനെ അത്ര പിടുത്തമില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും അയാളെ ഒഴിവാക്കിയത്. ഇവരുടെ ക്ഷണക്കത്ത് കിട്ടിയ ഉടൻ തന്നെ ഈ വലിയ നേതാവ് കണ്ണൻ പട്ടാമ്പിയെ വിളിച്ച് വരട്ടി. കണ്ണാ, കളിക്കുന്നത് സൂക്ഷിച്ച് കളിച്ചോ, നീ എൻ്റെ കൂടെയാണ് കളിക്കുന്നത്. ഫെഫ്കയുടെ നേതാവായ സിബിച്ചനെ തറക്കല്ലിടാൻ വിളിക്കാതെ നിർമ്മാതാവായ സുരേഷിനെ വിളിച്ചാൽ മറ്റവനെ മറിച്ചവനെ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് കണ്ണനെ വരട്ടി. കണ്ണനെ വരട്ടിയ ഓഡിയോ കണ്ണൻ റെക്കോർഡ് ചെയ്തിരുന്നു. കണ്ണൻ അത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിൽ ആർക്കോ കൊടുത്തു കേൾക്കാൻ. അവരത് ഒരു വൈറലാക്കി മാറ്റി. അങ്ങനെ എനിക്കും കിട്ടിയപ്പോൾ ഞാൻ നമ്മുടെ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ പറഞ്ഞു, അങ്ങനെ ഒരു ഏകാധിപതിയെ ഒതുക്കി അതിനെ നശിപ്പിച്ച് ഫെഫ്ക തുടങ്ങിയപ്പോൾ ഇപ്പോൾ അടുത്ത ഏകാധിപതി തലമുകയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്തു. അതൊക്കെ കൊണ്ടായിരിക്കണം എൻ്റെ പേരിൽ നേതാവ് മാനേഷ കേസ് കൊടുത്തിരിക്കുന്നത്. വലിയ പ്രശ്നമായപ്പോൾ എന്നെ കണ്ണൻ വിളിച്ചു. അപ്പോഴും കണ്ണൻ പറയുന്നത്, ഞാനൊരു തെറ്റും ചെയ്തില്ല ചേട്ടാ, എന്നോട് സംസാരിച്ച അനാവശ്യം പറഞ്ഞത് മുഴുവൻ ഞാൻ റെക്കോർഡ് ചെയ്ത് എൻ്റെ സംഘടനയിലുള്ളവർക്ക് കൊടുത്താണ്, അതിലേതോ ഒരു ദ്രോഹിയാണ് ചേട്ടൻ അയച്ചു തന്നതെന്ന്.
ജീവിക്കാൻ അറിയാത്ത ഒരു പാവമായിരുന്നു കണ്ണൻ പട്ടാമ്പി എന്ന് പറയും ഞാൻ. ഷാജി കൈലാസിൻ്റെയും സന്തോഷ് ശിവൻ്റെയും വി കെ പ്രകാശിൻ്റെയും ഒക്കെ നല്ല സിനിമകളുടെ എക്സിക്യൂട്ടീവായിരുന്നു. ജീവിതത്തെ നിസ്സാരമായി കണ്ട മനുഷ്യനായിരുന്നു കണ്ണൻ. 2 കിഡ്നികളും പൂർണ്ണമായി തകർന്നു. എന്തു ചെയ്യാൻ പറ്റും? മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെ ഇടയിൽ ഇൻഫെക്ഷനായി കണ്ണൻ കിടന്നു. മരണത്തിന് പിടികൊടുക്കാതെ പുറത്തു വരുമെന്നാണ് പലരും കരുതിയത്. പക്ഷേ അത് നടന്നില്ല. 11 വയസ്സുള്ളൊരു മോളുണ്ട്, കണ്ണനൊരു കിഡ്നി ദാനം ചെയ്ത ഭാര്യയുണ്ട്. അവരുടെ ജീവിതം ഇനി എന്താവുമെന്ന് എനിക്കറിയില്ല. കണ്ണൻ മേജർ രവിക്ക് മോശമല്ലാത്ത തലവേദന ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ശ്രീനഗറിൽ, കാശ്മീരിൽ ശ്രീനഗറിൽ എനിക്ക് തോന്നുന്നു കീർത്തി ചക്രയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഏതോ ഒരു പടത്തിൻ്റെ വർക്ക് കിടക്കുമ്പോൾ കണ്ണൻ അതിൻ്റെ എക്സിക്യൂട്ടീവാണ്, കൺട്രോളർ വേറെ ആളാണ്. എക്സിക്യൂട്ടീവ് അവിടെ അടിക്കാൻ പോയതായിരിക്കാം, എന്താണ് കേസെന്നറിയില്ല. ശ്രീനഗറിലെ ഒരുത്തനെ ഒരു കുത്തി കൊടുത്തു. ആലോചിച്ചു, ആ ഷൂട്ടിംഗ് ക്രൂവിനെ തടഞ്ഞു വയ്ക്കില്ലേ. അങ്ങനെ മേജർ രവി പിന്നെ എങ്ങനെയൊക്കെ പറഞ്ഞ് തപ്പി രക്ഷപ്പെട്ടു. അങ്ങനെ കണ്ണൻ ഒരുപാട് വേദനകൾ ജ്യേഷ്ഠന് കൊടുത്ത ആളാണ്, വയറ് നിറച്ച്. എന്നാലും അമ്മയുടെ വയറ്റിൽ പിറന്നതല്ലേ, മേജർക്ക് കളയാൻ പറ്റുമോ? മരിക്കുന്നതിന് 2 ദിവസം മുമ്പും മേജർ ആശുപത്രിയിൽ കൊണ്ടുവന്ന് എത്രയോ ലക്ഷം കെട്ടിയെന്ന് പറയുന്നു. കെട്ടാതിരിക്കാൻ പറ്റുമോ? അല്ലാതെ ആ പാവം കിഡ്നി നഷ്ടപ്പെട്ട ആ സ്ത്രീക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അവൻ്റെ ഭാര്യയ്ക്ക്? ഈ ആശുപത്രിയിൽ പോയി കിടക്കുന്ന ഇതുപോലെ വെള്ളമൊക്കെ അടിച്ച് നശിക്കുന്നവന്മാർ ഇതൊന്നും ആലോചിക്കില്ലെന്നേ. അങ്ങ് ചെന്നും വളർന്ന് കിടക്കും. ബാക്കി ബന്ധുക്കളല്ലേ കഷ്ടപ്പെടുന്നത്. ഇപ്പം തന്നെ ഇനി ജീവിതകാലം മുഴുവൻ ആ പെൺകുട്ടി മരുന്ന് കഴിക്കണ്ടേ? മകൾക്കൊരു ജീവിതമാകുന്നവരെങ്കിലും മകളോടൊപ്പം സുരക്ഷിതമായി മകളെ കൊണ്ടു കിടക്കാൻ അവർ വേണമല്ലോ. അപ്പോൾ അവർ മരുന്ന് കടവും കാവലും ഒക്കെ വാങ്ങിച്ച് കഴിക്കേണ്ടി വരും. അങ്ങനെ ഭാര്യയെ കൂടി രോഗിയാക്കി വെച്ചിട്ടാണ് കണ്ണൻ പോയിരിക്കുന്നത്. എന്നാലും കണ്ണൻ ഒരു പാവമായിരുന്നു. ഈ പാവമാവുന്ന ആളുകളാണ് ഈ വെള്ളത്തിനടിമയാവുമ്പം നശിച്ചു പോണത്. എൻ്റെ പ്രിയപ്പെട്ട കണ്ണൻ പട്ടാമ്പിക്ക് അന്ത്യാഞ്ജലി നേരം.